Savior Jesus Christ. We are gathering with great pleasure in our hearts and smile in our face. Let's invite Jesus into our hearts. Take that touch before I begin my day. I have come to thee to take thy touch before I begin my day. We welcome you, sister. സിസ്റ്റർ സബീന, ബഹുമാനപ്പെട്ട കൗൺസിലർ, എൻട്രി ഹോസ്റ്റൽ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. അങ്ങനെ ഈ ഒരു വർഷം ഡിസംബർ എത്തി, ഏറ്റവും ആഘോഷങ്ങൾ നിറഞ്ഞ ഒരു വർഷം. ഈ ഒരു മാസത്തിന് ക്രിസ്മസിനോടൊപ്പം തന്നെ മറ്റൊരു വിജയത്തിൻ്റെ പ്രത്യേകത കൂടെയുണ്ട്. നമ്മുടെ ഇന്ത്യക്ക് ലോകത്തിലെ തന്നെ യങ്ങസ്റ്റ് ചെസ് ചാമ്പ്യൻ മുകേഷ് ദൊമ്മരാജു, 18 വയസ്സ്, അദ്ദേഹം ആ ഒരു ചെസ് ചാമ്പ്യൻഷിപ്പ് ജയിച്ചതിൻ്റെ മധുരം കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ ഒരു റോൾ മോഡലാക്കാനും ഉള്ള ഒരു അവസരം കൂടിയാണ്. ഇവിടെ ചെസ് ഒക്കെ കളിക്കുന്നവരുണ്ടോ? ചെസ് അറിയാവുന്നവരുണ്ടോ? അപ്പൊ ക്രിസ്മസിന്റെ ആഘോഷത്തിന്റെ നിറവിലാണ് അല്ലെ. ക്രിസ്മസ് എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ സിസ്റ്റേഴ്സ് പറഞ്ഞ പോലെ തന്നെ സ്നേഹത്തിന്റെയും നന്മയുടെയും സാഹോദര്യത്തിന്റെയും പങ്കിടലിന്റെയും ഒക്കെ ഒരു ആഘോഷമാണ്. അതാണ് നമ്മുടെ ഓരോ വർഷവും ക്രിസ്മസ് ആഘോഷം നമ്മളെ യേശുക്രിസ്തു നയിച്ച ആ മാതൃകാപരമായിട്ടുള്ള ജീവിതത്തിലോട്ടാണ് നമ്മൾക്ക് വഴി കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നു, ജീസസ് ക്രൈസ്റ്റ് ആണ് എൻ്റെ ജീവിതത്തിൻ്റെ ഹീറോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് പല തരത്തിലുള്ള റോൾ മോഡൽസ്, ഹീറോസ്, ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ പല രീതിയിൽ നല്ല സ്വാധീനവും തെറ്റായിട്ടുള്ള സ്വാധീനവും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യവും അർത്ഥവും ഒക്കെ പകരുന്ന രീതിയിൽ ഏറ്റവും നല്ല റോൾ മോഡൽസിനെയും തിരഞ്ഞെടുക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള നൃത്തവും പെർഫോമൻസും, അതുപോലെ തന്നെ നമ്മുടെ ആ ഇനോഗ്രേഷൻ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇവിടെ സെന്റ് പീറ്റേഴ്സ് സ്കൂൾ സിസ്റ്റർ സബീനയുടെയും മറ്റ് അധ്യാപകരുടെയും ഒക്കെ നേതൃത്വത്തിൽ വളരെ മാതൃകാപരമായിട്ടുള്ള, എനിക്ക് ഓർമ്മയുണ്ട് 2 വർഷം മുൻപ് ഇവിടെ നമ്മൾ പ്രാവിനെയൊക്കെ പറത്തി വളരെ മനോഹരമായി ക്രിയേറ്റീവായിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ ഓരോ ആഘോഷങ്ങളും ഓരോ ഇനോഗ്രേഷൻസും. ഇന്നത്തെ ലോകത്തിന് ആവശ്യവും ഇത് തന്നെയാണ്, ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇന്നത്തെ പത്രത്തിൽ തന്നെ ഞാൻ വായിക്കുകയുണ്ടായി സ്കിൽസിനെ കുറിച്ച്, നൈപുണ്യങ്ങൾ, റീസ്കില്ലിംഗ്, അപ്സ്കില്ലിങ്ങിൻ്റെ ഒക്കെ ആവശ്യം. അപ്പോൾ ഇതില് നമ്മൾ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം. എങ്കിൽ മാത്രമേ ഇന്നത്തെ ലോകത്ത് നമുക്ക് വളരാനും നമ്മുടെ ഒരു സ്വാധീനം പതിപ്പിക്കാനുമായിട്ട് സാധിക്കത്തുള്ളൂ. നിങ്ങളെല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണോ? ഇവിടെ ശ്രദ്ധിച്ച്, ക്രിസ്മസ് എന്ന് പറയുന്നത് ആരുടെ ബർത്ത്ഡേ ആണ്? ഉണ്ണീശോയുടെ അല്ലേ? ഇന്ന് ഈ ഒരു ഡിസംബർ മാസം ജന്മദിനമുള്ളവരുണ്ടോ? ഉണ്ടോ? അപ്പോൾ നിങ്ങൾ ദിവസവും ഉണ്ണീശോയോടൊക്കെ പ്രാർത്ഥിച്ച് ഈ ഒരു സെന്റൻസ്
ഒരു ചെറിയൊരു പ്രാർത്ഥനയാണ്. അതായത് ഈശോയെ എൻ്റെ സ്നേഹ രാജാവേ അങ്ങയുടെ രാജ്യം വരണമേ. ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ അനുഗ്രഹങ്ങളും കൃപകളും നിങ്ങൾക്ക് ധാരാളം വരും. ഒന്ന് പറഞ്ഞ ഈശോയെ എൻ്റെ സ്നേഹ രാജാവേ അങ്ങയുടെ രാജ്യം വരണമേ. ഇതൊരു വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ഈശോയെ എൻ്റെ സ്നേഹ രാജാവേ അങ്ങയുടെ രാജ്യം വരണമേ. ഈ പ്രാർത്ഥന നിങ്ങൾ ദിവസവും പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ട ധാരാളം അനുഗ്രഹങ്ങളും കൃപകളും ഒക്കെ സർവേശ്വരൻ സമൃദ്ധിയായിട്ട് നൽകും. അപ്പോൾ ഈ ഒരു വർഷം ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഓർമ്മ എന്താണ്? ക്രിസ്മസിന് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്? ഇവിടെ നേറ്റിവിറ്റി മാലാഖമാരുണ്ട്, ഔസേപ്പിതാവുണ്ട്, പരിശുദ്ധ കന്യകമറിയുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, ആട്ടിടയന്മാരുണ്ട്, സാന്റാ ക്ലൗസ് ഉണ്ട്, ക്രിസ്മസ് കേക്ക് ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് ക്രിസ്മസിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഘടകം? കേക്കാണോ? എന്താ കേക്കോ? ഗിഫ്റ്റ്. ഗിഫ്റ്റ് കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ ഈ ഒരു സീസണില് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ സെൽഫ്ലെസ് ഗിവിംഗ് ആണ്, മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്. ഇപ്പൊ 3 രാജാക്കന്മാർ വന്നു. 3 രാജാക്കന്മാരുടെ പേര് നിങ്ങൾക്ക് അറിയോ? കാസ്പർ, മെൽഷിയർ, ബെൽത്താസർ അല്ലെ? ഇവരുടെ 3 പേരുടെ കയ്യിൽ 3 സമ്മാനങ്ങൾ ഉണ്ടായിരുന്നു. സ്വർണം, കുന്തിരിക്കം, മീറ അല്ലെ? ഗോൾഡ്, ഫ്രാങ്കിൻസെൻസ് ആൻഡ് മെർർ. അപ്പൊ ഇതുപോലെ സമ്മാനങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ കുഞ്ഞു മക്കൾ ഈ ഒരു വർഷം നിങ്ങൾ തീരുമാനമെടുക്കേണ്ടത് ഇനി മുതൽ നിങ്ങൾ തന്നെയാണ് ഉണ്ണിയേശുവിനുള്ള ഏറ്റവും വലിയ സമ്മാനം. നിങ്ങളെ തന്നെ നൽകുക. നിങ്ങളുടെയൊക്കെ ഹൃദയത്തിന്റെ ഉള്ളിൽ യേശു ജനിക്കട്ടെ. അത് തന്നെ അപ്പോഴാണ് ക്രിസ്മസ് സംഭവിക്കുന്നത്. ക്രിസ്മസ് ആഘോഷിക്കുക മാത്രമല്ല, ക്രിസ്മസ് സംഭവിക്കുകയാണ് വേണ്ടത്. ജോയ് ടു ദ വേൾഡ്, ദ ലോർഡ് ഹാസ് കം എന്നാണല്ലോ പാട്ടിന്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മറ്റുള്ളവരോട് നിങ്ങൾ കാണിക്കുന്ന ആ ഒരു സ്നേഹം, നന്മ, കരുണ, ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ സമ്മാനങ്ങൾ. അപ്പൊ ഏറ്റവും അനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു ക്രിസ്മസ് ആകട്ടെ, ഏറ്റവും നല്ല ഒരു ഹോളിഡേയ്സ് നിങ്ങൾക്ക് ലഭിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഈ 2025 നന്മയുടെയും പ്രത്യാശയുടെയും പുതുമയുടെയും അനുഗ്രഹങ്ങളുടെയും ഒരു 2025 ആകട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഉണ്ണീശോയുടെ കഥ. അഗസ്റ്റസ് സീസറിന്റെ ഭരണവർഷം ഹെറോദീസ് എന്ന രാജാവിന്റെ കാലത്താണ് യൂദയായിലെ ബെത്ലഹേമിൽ ഉണ്ണീശോ ജനിക്കുന്നത്. ഉണ്ണീശോയുടെ അമ്മയുടെ പേര് എന്താണെന്നറിയോ? അപ്പയുടെ പേരോ? ജോസഫും മറിയവും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന സമയം, അതായത് വിവാഹത്തിന് മുൻപ്, ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു: മറിയമേ, നീ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും. ദൈവപുത്രനായ ആ കുഞ്ഞിന് ഈശോ എന്ന് പേരിടണം. എന്നും ദൈവത്തിന്റെ ഇഷ്ടം മാത്രം ആഗ്രഹിച്ച അമ്മ പറഞ്ഞു: ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അങ്ങനെ ഏതാനും നാളുകൾക്ക് ശേഷം നസ്രത്തിൽ നിന്നും യൂദയായിലെ ബെത്ലഹേമിലേക്ക് അവർ ഒരു യാത്ര നടത്തി. അഗസ്റ്റസ് സീസറിന്റെ കൽപ്പന പ്രകാരം ജനസംഖ്യയിൽ പേര് ചേർക്കാൻ ആ യാത്രയിൽ മാതാവിന് പ്രസവ സമയമായി. എന്തു ചെയ്യും? അവർ സത്രത്തിൽ സ്ഥലം അന്വേഷിച്ചു, കിട്ടിയില്ല. മറ്റു ഭവനങ്ങളിൽ അന്വേഷിച്ചു, കിട്ടിയില്ല. അവസാനം അവരൊരു
ഈശോയെ വെള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ. സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. അവരാണ് ഉണ്ണീശോയെ ആദ്യം കണ്ടത്. പൗരസ്ത്യ ദേശത്തു നിന്ന് വന്ന 3 രാജാക്കന്മാർ. അവരും ഉണ്ണിയെ തേടി ജെറുസലമിലെത്തി. കിഴക്ക് അവർ കണ്ട ആ നക്ഷത്രം, അത് അവർക്ക് മുന്നിൽ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ഉണ്ണി കിടക്കുന്ന സ്ഥലത്തിന്റെ മുകളിൽ വന്നു നിന്നു. അവർ കുമ്പിട്ട് ആരാധിക്കുകയും പൊന്ന്, മീറ, കുന്തിരിക്കം എന്നിവ കാഴ്ചയർപ്പിക്കുകയും ചെയ്തു. സന്മനസ്സുള്ളവരിലാണ് ഈശോ വരുന്നത്. നല്ല മനസ്സുണ്ടാവട്ടെ എന്റെ കുഞ്ഞിന്. എന്തെന്നാൽ സന്മനസ്സുള്ളവർക്കാണ് സമാധാനം.